ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജാങ്കോയില് ഒരു ടെംപ്ലേറ്റ് യൂസ് ചെയ്തിട്ട് ഒരു ഇൻഡെക്സ് പേജ് എങ്ങനെയാണ് വ്യൂ ചെയ്യിക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ HTTP റെസ്പോൺസ് വെച്ചിട്ട് ഒരു സ്ട്രിംഗ് എങ്ങനെയാണ് നമ്മുടെ ഹോം പേജ് ആയിട്ട് കാണിക്കുക എന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് അതല്ലല്ലോ വേണ്ട, ഒരു HTML പേജ് വ്യൂ ചെയ്യാൻ പറ്റണം. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബേസ് ഡയറക്ടറിയിൽ നമുക്കിനി വരുന്ന HTML പേജസ് എല്ലാം സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ടെംപ്ലേറ്റ്സ് എന്നോ എന്തെങ്കിലും ഒരു പേര് പറഞ്ഞാൽ അതൊന്ന് ജസ്റ്റ് കണക്ഷൻ കൊടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ആ നെയിം മാപ്പ് ചെയ്യണം, അത്രേ ഉള്ളൂ. ഒരു ഫോൾഡർ സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ടെംപ്ലേറ്റ്സിന്റെ എന്നിട്ട് ഈ ഒരു ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞ ഫോൾഡറിന്റെ ഉള്ളിൽ നമുക്ക് ഒരു HTML ഫയല് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ ഒരു home.html എന്ന് പറഞ്ഞ് HTML ഫയല് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിന്റെ ഉള്ളിൽ ഇപ്പൊ ജസ്റ്റ് ഇതെന്താ ഒരു ഹെഡിങ്ങും ഒരു പാരഗ്രാഫും അല്ലെങ്കിൽ ഒരു ഹെഡിങ്ങും ഒരു പാരഗ്രാഫും മാത്രം വരുന്ന രീതിയിലുള്ള ഒരു HTML പേജ് ക്രിയേറ്റ് ചെയ്യുക. ജസ്റ്റ് അത് എങ്ങനെയാണ് ഇപ്പൊ HTML പേജ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം അതിന്റെ കണക്ഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യമാണ് കൂടുതൽ ഇമ്പോർട്ടന്റ്. അതുകൊണ്ടിട്ടാണ് അധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു HTML പേജ് കാണിക്കാത്തത്. ഓക്കെ, ഇപ്പൊ നോക്കുവാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു ഹെഡിങ്ങും ഒരു പാരഗ്രാഫും മാത്രമല്ല, ഹെഡ് സെക്ഷൻ ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അത്രയും ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ജസ്റ്റ് ഒരു ഹെഡിങ്ങും പാരഗ്രാഫും മാത്രം. ഇത് നമ്മുടെ ഹോം പേജ്, അതായത് ജാങ്കോ റൺ ചെയ്യുമ്പോൾ വരുന്ന ആ ഒരു ഹോം പേജിൽ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് ചെയ്യാവുന്നത്. സോ HTML പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി ഇതിനെ കണക്ട് ചെയ്യണം, നമ്മുടെ പ്രോജക്റ്റുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യണം. അപ്പൊ ആദ്യമായിട്ട് settings.py നമ്മുടെ പ്രോജക്റ്റിന്റെ അകത്ത് സെറ്റിംഗ്സ് ഫയൽ എടുക്കുക. സെറ്റിംഗ്സ് ഫയലില് ഇപ്പൊ ഞാൻ എടുത്തിട്ട് തന്നെ ടെംപ്ലേറ്റ്സിന്റെ ഒരു ഇതാണ് വന്നത്. അപ്പൊ ടെംപ്ലേറ്റ്സിന്റെ ഇവിടെ ആയിട്ട് നമുക്ക് ഡയറക്ടറി കണക്ട് ചെയ്ത് കൊടുക്കണം. ഡയറക്ടറി കണക്ട് ചെയ്യുമ്പോഴത്തേനും ഈ ഒരു ബ്രാക്കറ്റിന്റെ ഉള്ളിൽ os.path ഡോട്ട് ജോയിൻ. ഓക്കെ, ദെൻ നമ്മുടെ ആ ഒരു ഇതിന്റെ ലൊക്കേഷൻ ആണ് പറയുന്നത്, ഏതൊരു ഫോൾഡറിന്റെ ഉള്ളിലാണ് ഇത് ഉള്ളതെന്ന് അറിയാനായിട്ട്. ഇപ്പൊ എന്റെ ബേസ് ഡയറക്ടറിയിലായതുകൊണ്ട് ബേസ് ഡയറക്ടറി കോമ ഏതാ ഫോൾഡറിന്റെ നെയിം, HTML കിടക്കുന്ന ഫോൾഡറിന്റെ നെയിം കൊടുക്കുവാണ്. ടെംപ്ലേറ്റ്സ് എന്നാണ് എന്റെ ഫോൾഡറിന്റെ നെയിം. സോ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞു കൊടുത്തു. ഇത് ഒരു സിംഗിൾ കോട്ട്സിലോ ഡബിൾ കോട്ട്സിലോ എൻക്ലോസ് ചെയ്ത് കൊടുക്കുക. ബേസ് ഡയറക്ടറി ചുമ്മാ കൊടുത്താൽ മതി. ഇവിടെ OS എറർ കാണിക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ OS ഇമ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടിട്ടാണ്. ജസ്റ്റ് ഇവിടെ ഇമ്പോർട്ടിന്റെ അവിടെ ഇമ്പോർട്ട് OS എന്ന് കൊടുത്താൽ മതി. എറർ കിട്ടുമോ? നമ്മൾ നോക്കുവാണെങ്കിൽ OSന്റെ എറർ പോയിട്ടുണ്ട്. ഇനി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആപ്പ് ഇതിന്റെ അകത്തേക്ക് ഇൻസ്റ്റാൾഡ് ആപ്സിൽ ഇതുണ്ടോ, ഇതിന്റെ അകത്ത് ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ഒരു ജാങ്കോ പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വരുന്ന ഇൻസ്റ്റാൾഡ് ആപ്സ് ആണ് ഇത്രയും വരുന്നത്. ഇനി നമ്മുടെ ആപ്പും കൂടി, അതായത് നമ്മൾ ഇതിന്റെ അകത്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പും കൂടി ഇതിന്റെ അകത്തേക്ക് കണക്ട് ചെയ്യുക. ഇപ്പൊ എന്റെ ആപ്പിന്റെ പേര് ലൈവ് ആപ്പ്. വിബ് ആപ്പ് എന്ന് പറഞ്ഞ ആപ്പിന്റെ നെയിം കൊടുക്കുക. ദെൻ ഡോട്ട് ആപ്സ് ഡോട്ട് അഗൈൻ ആപ്പിന്റെ നെയിം കൊടുക്കുക. ഇതിനകത്ത് ഞാൻ ആദ്യം ലെബ് ആപ്പ് ഡോട്ട് ആപ്സ് കഴിഞ്ഞിട്ട് ഈ കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആപ്സ് ഡോട്ട് py, അതായത് ആപ്പിന്റെ ഉള്ളില് നമ്മുടെ ആപ്പ്, അതായത് ലൈവ് ആപ്പിന്റെ ഉള്ളിൽ ആപ്സ് ഡോട്ട് py എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഉണ്ട്, സോറി ഫയൽ ഉണ്ട്. ആ ഒരു ഫയലിന്റെ ഉള്ളിൽ വന്നേക്കുന്ന ഒരു ക്ലാസ് ആണ് ഈ കൊടുത്തേക്കുന്നത്, രണ്ടാമത് കൊടുത്തേക്കുന്നത്. സോ അതിനകത്ത് ആ സി ഇതിന്റെ അകത്ത് കൊടുത്തേക്കുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആണ് വേണ്ടത്. അതും കൂടി ഒന്ന് കറക്റ്റ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായി. അത് ഇവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി അങ്ങോട്ട്. ഐ മീൻ ഈ ഒരു ക്ലാസിന്റെ നെയിം ഇവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ആ ക്ലാസ് ആണ് നമ്മൾ ഇങ്ങോട്ട് കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, സേവ് ചെയ്യാം. ദെൻ നമുക്ക് ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യൂസിന്റെ അകത്ത് നമുക്ക് home.html നമ്മൾ ക്രിയേറ്റ് ചെയ്തു, പക്ഷെ നമ്മൾ വ്യൂസിന്റെ അകത്ത് എഴുതുന്ന ഫംഗ്ഷൻ വെച്ചിട്ട് മാത്രമേ നമുക്കൊന്ന് വ്യൂ ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പൊ എന്ത് വേണം, നമ്മുടെ ആപ്പിന്റെ views.py എന്ന് പറയുന്ന ആ ഒരു ഇതിന്റെ അകത്ത് ഇപ്പൊ ഞാൻ ഓൾറെഡി അതിന്റെ അകത്ത് ഒരു ഇൻഡെക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ വെൽക്കം ടു മൈ ഫസ്റ്റ് ജാങ്കോ പ്രൊജക്ട് എന്ന് പറയുന്ന ഒരു സ്ട്രിങ് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അത് ഞാനൊന്ന് കളയുവാണ്. ഞാൻ അടുത്ത ഫംഗ്ഷൻ എഴുതുവാണ്. ഏത് നമുക്ക് HTML പേജ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹോമിന്റെ ഉള്ളിൽ റിക്വസ്റ്റ് കൊടുക്കുക. Then റിട്ടേൺ HTTP റെസ്പോൺസ് അല്ല, നേരത്തെ നമ്മൾ ചെയ്തത് HTTP റെസ്പോൺസ് ആയിരുന്നു. ഇത് നമുക്കൊരു HTML പേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ യൂസ് ചെയ്യണതെന്ന് പറഞ്ഞാൽ റെൻഡർ എന്ന് പറയുന്ന മെത്തേഡാണ്. റെൻഡറിന്റെ ഉള്ളിൽ അഗൈൻ റിക്വസ്റ്റ് ആണ് ആദ്യം വേണ്ടത് പാരാമീറ്റർ. ദെൻ നമ്മുടെ HTML പേജിന്റെ പേര് ഇപ്പൊ home.html ആയതുകൊണ്ട് ഞാൻ home.html എന്ന് നെയിമും കൂടി കൊടുക്കുകയാണ്. ദെൻ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെംപ്ലേറ്റ് നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് മൈഗ്രേറ്റ് ചെയ്ത് കൊടുക്കുക. എന്ന് വെച്ചാൽ ടെംപ്ലേറ്റിന്റെ കണക്ഷൻ പ്രോപ്പർ ആവാൻ വേണ്ടിയിട്ട് ഇവിടെ ടെർമിനലിൽ പൈത്തൺ manage.py മൈഗ്രേറ്റ് എന്നൊരു കമാൻഡ് അടിച്ച് ജസ്റ്റ് ഒന്ന് മൈഗ്രേറ്റ് ചെയ്യിക്കാം. ഓക്കെ, ഇൻഡെക്സ് എന്ന് പറയുന്നത് വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും കണക്ഷൻ കൊടുത്തേക്കുന്നത്. ആ ഒരു ഇൻഡെക്സിന്റെ ഫംഗ്ഷൻ ഞാൻ മാറ്റിയിട്ടുണ്ട്. അതെന്ന് പറയുന്നത് നമ്മുടെ ആപ്പിന്റെ urls.pyയില് views.index പകരം അവിടെ views.home ആക്കുക. ഇപ്പൊ മാറ്റിയില്ലേ, ഞാൻ നെയിം മാറ്റിയിട്ട് ആ നെയിം മാറ്റിയിട്ട് ഫംഗ്ഷന്റെ നെയിം ഇവിടെ കൊടുക്കുക. അത്രേ ഉള്ളൂ ആ ഒരു എറർ വന്നേക്കുന്നത്. ഓക്കെ, മൈഗ്രേഷൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സെർവർ റൺ ചെയ്യാം. ഇപ്പൊ നമുക്ക് ആ ഒരു HTML പേജ് നമ്മുടെ ജാങ്കോയുടെ ഇൻഡെക്സ് പേജ് ആയിട്ട് നമുക്ക് ഇവിടെ വ്യൂ ചെയ്യാൻ പറ്റി. റൺ ചെയ്യുമ്പോൾ വരുന്ന ആദ്യത്തെ പേജ് നമ്മൾക്ക് നേരത്തെ ഫസ്റ്റ് വന്ന ആ പേജ് മാറിയിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്തു, HTTP റെസ്പോൺസ് വെച്ചിട്ട് കാണിച്ചു. ഇപ്പൊ നമ്മൾ അതൊരു HTML പേജ് ആയിട്ട്, അത് ഞാൻ കൂടുതൽ സ്റ്റൈലും കാര്യങ്ങളൊന്നും ആഡ് ചെയ്താണ്, ജസ്റ്റ് ആ കണക്ഷൻ കാര്യങ്ങൾ പറയാനാണ്. HTML CSS അറിയാവുന്ന പോലെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്തിട്ട് ഇതിന്റെ ഫ്രണ്ട് ഐ മീൻ ആ പേജ് ഡിസൈൻ ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് ഇതിന്റെ അകത്ത് പറഞ്ഞു എന്നുള്ളൂ. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു HTML പേജ് എങ്ങനെ നമുക്കൊരു ജാങ്കോയിലേക്ക് വ്യൂ ചെയ്യിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ താങ്ക് യു.